കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് കോൺഗ്രസ് തീരുമാനത്തിനെതിരെ നേതാക്കൾ രംഗത്ത്. നേതൃത്വത്തിന്റെ നിലപാട് നിരാശപ്പെടുത്തുന്നുവെന്ന് ഗുജറാത്ത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് അംബരീഷ് ധർ. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് എംഎൽഎയും മന്ത്രിയുമായ വിക്രമാദിത്യ സിംഗും വ്യക്തമാക്കി. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിക്കാനുള്ള കോൺഗ്രസ് തീരുമാനത്തെ രൂക്ഷമായി വിമർശിച്ച് ബിജെപിയും രംഗത്തെത്തി. जीवन में एक ही बारी ऐसा मौका मिलता है कि इस इतिहास का हम गवाह बन सके, तो एक सनातनी होने के नाते, एक हिंदू होने के नाते और देव समाज में विश्वास रखने होने के नाते ये मेरा परम दायित्व है, मेरी जिम्मेवारी है कि मैं उस दिन वहां पर उपस्थित रहूंगा भी. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായുണ്ട്. അർജുൻ, കോൺഗ്രസ് നിലപാടിൽ നിന്ന് ഒരു ചാഞ്ചാട്ടം ഉണ്ടാവുകയാണോ ഈ നേതാക്കന്മാരുടെയൊക്കെ ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിൽ ഉണ്ടാകുമ്പോൾ? മാത്രമല്ല, പക്ഷേ ഇത് വിശ്വാസം എന്ന് പറയുന്നത് അത് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെന്നുള്ള കാര്യം കൂടി ഇന്നലെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ വരുന്ന പ്രതികരണങ്ങൾക്കെതിരെ ഒരു വിമർശനം ഉണ്ടാകാൻ നേതൃത്വത്തിന്റെ ഭാഗത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അക്ഷയ, നിലവിൽ ഈ സംസ്ഥാനങ്ങളുടെ നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണങ്ങൾക്കെതിരെ AICC നിന്നോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൽ നിന്നോ മറ്റൊരു പ്രതികരണമോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. പക്ഷേ ഇന്നലെ കോൺഗ്രസിൻ്റെ നിലപാട് എന്തായിരുന്നു, ഹൈക്കമാൻഡിൻ്റെ നിലപാട് എന്തായിരുന്നു, അതിനെ പരസ്യമായി തന്നെ വിമർശിച്ചും അതിനെതിരെയും പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് ഗുജറാത്തും ഹിമാചലും പോലെയുള്ള PCC കമ്മിറ്റികൾ, കോൺഗ്രസ് നേതാക്കൾ. അതിൽ പ്രധാനമെന്ന് പറയുന്നത് ഗുജറാത്തിലെ കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റായിട്ടുള്ള അംബരീഷ് ധറിൻ്റെ പ്രതികരണമാണ്. അതായത് പരസ്യമായി തന്നെ പറയുന്നു, ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ, കോടിക്കണക്കിന് ആളുകളുടെ വികാരം വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകളിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് മാറി നിൽക്കണം, വിട്ടുനിൽക്കണം എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ വിക്രമാദിത്യ സിംഗ്, അദ്ദേഹം ഒരു കുടുംബത്തിലെ അംഗമാണ്. അതുകൊണ്ട് തന്നെ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ, ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി നേരത്തെ ക്ഷണം ലഭിച്ചിരുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഈ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൻ്റെ നിലപാട് ഇങ്ങനെയാണെങ്കിൽ പോലും തീർച്ചയായിട്ടും പങ്കെടുക്കും, 22-ാം തീയതി പങ്കെടുക്കും എന്നുള്ള ഒരു നിലപാടിലേക്കാണ് ഹിമാചൽ കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഹിമാചൽ മുഖ്യമന്ത്രി ഈ കാര്യം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതായത് ക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും പോകുമെന്നുള്ള കാര്യം. എന്നാൽ ക്ഷണം കിട്ടിയത് കൊണ്ട് തന്നെ വിക്രമാദിത്യ സിംഗ് 22-ാം തീയതി അയോധ്യയിൽ പോകുമെന്നും ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമെന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ലെന്ന കോൺഗ്രസ് നിലപാട് തെക്കേന്ത്യയിൽ, ദക്ഷിണേന്ത്യയിൽ വരുമ്പോൾ അത് വലിയ നിലപാടായി തന്നെ ഉറച്ച് അതിന് കയ്യടി കിട്ടുന്ന രീതിയിൽ കോൺഗ്രസ് നിലപാടായി അതിനെ ആളുകൾ ഏറ്റെടുക്കും. പക്ഷേ ഉത്തരേന്ത്യയിൽ അതൊരു തിരിച്ചടിയാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നുൾപ്പെടെയുള്ള ഒരു ആശങ്കയാണോ നേതാക്കളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത്? അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാകുന്നുണ്ടോ അവിടെ? അക്ഷയ, ഈ കാര്യത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നേരത്തെ തന്നെ ഈ കോൺഗ്രസ് ഇത്രത്തോളം ഈ ഒരു തീരുമാനമെടുക്കാൻ വൈകിയതിൽ തന്നെ ഒരു ഭിന്നാഭിപ്രായം നേതാക്കൾക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നുകൊണ്ടാണ്. പ്രത്യേകിച്ചും ഈ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ പൊതുവായി ഒരു വികാരം ഉണ്ടായത് കോൺഗ്രസ് ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കരുത്, അത് ബഹിഷ്കരിക്കണം എന്നുള്ള കാര്യം തന്നെ. പക്ഷേ ഗുജറാത്തും അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശും പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് എതിരഭിപ്രായമാണ് തീർച്ചയായിട്ടും കോൺഗ്രസ്. പ്രത്യേകിച്ചും മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും അതുപോലെ തന്നെ അധിർ രഞ്ജൻ ചൗധരി, ക്ഷണം ലഭിച്ച പ്രധാന നേതാക്കളെല്ലാം തന്നെ 22-ാം തീയതി അയോധ്യയിലെത്തി ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹമാണ് ആ PCC കമ്മിറ്റികളെല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്നത്. അതുകൊണ്ട് നേരത്തെ ഈ തീരുമാനം വരുന്നതിന് മുമ്പ് ഒരു ഭിന്നാഭിപ്രായം കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ, പ്രദേശ് കമ്മിറ്റികളിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ തീരുമാനം എടുക്കുന്നതിൽ, പ്രത്യേകിച്ചും ഹൈക്കമാൻഡ് ഇതിലൊരു തീരുമാനം എടുക്കുന്നതിൽ ഇത്രത്തോളം വൈകിയത്. എന്നാൽ ആ ഹൈക്കമാൻഡിൽ പോലും കൃത്യമായി പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാ ആളുകളുടെയും വിശ്വാസത്തെ മാനിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഇത്തരത്തിലൊരു നിലപാടിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ചും ഈ പ്രതിഷ്ഠാ ചടങ്ങ് അത് വിശ്വാസികൾക്ക് അപ്പുറത്തേക്കൊരു രാഷ്ട്രീയ ചടങ്ങായി, രാഷ്ട്രീയ പരിപാടിയായി BJP മാറ്റുന്നു. അതുകൊണ്ട് വോട്ട് ലക്ഷ്യമിട്ട് ഇത്തരത്തിൽ ഈ പരിപാടി മാറ്റുന്നത് കൊണ്ട് മാത്രമാണ് കോൺഗ്രസ് വിട്ടുനിൽക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇന്നലത്തെ ഈ ഔദ്യോഗിക പ്രസ്താവനയിലൂടെ കോൺഗ്രസ് പരസ്യമായി വ്യക്തമാക്കിയിരുന്നത്. പിന്നീട് ഒരു ദിവസം പോകുമോ എന്നുള്ള ചോദ്യത്തിന് പോലും അതിൽ കൃത്യമായ ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും KC വേണുഗോപാലിൻ്റെ ഭാഗത്ത് നിന്നും അതിനും ഇതേ മറുപടി തന്നെയായിരുന്നു. ആളുകളുടെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്താത്ത രീതിയിൽ തന്നെയുള്ള ഒരു സമീപനമായിരിക്കും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുക എന്നുള്ളത്. അയോധ്യ ക്ഷേത്രത്തിന് ഒരു രീതിയിലും കോൺഗ്രസ് എതിർത്തിരുന്നില്ല. ഈ പ്രതിഷ്ഠാ ചടങ്ങ് രാഷ്ട്രീയവൽക്കരിക്കുന്നതിൽ നിന്ന് മാത്രമാണ് കോൺഗ്രസ് ഒരു എതിരഭിപ്രായം മുഴക്കിയിരിക്കുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ ഈ PCCകൾ, പ്രത്യേകിച്ചും ഗുജറാത്തിൻ്റെയും ഹിമാചലിൻ്റെയും PCCകൾ എതിരഭിപ്രായമായി ഒരു ഭിന്നത ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും ക്ഷണം ലഭിച്ചിട്ടുള്ളവർ പോകുമെന്നും അതുപോലെ തന്നെ ഇത്തരത്തിൽ പ്രസ്താവനകളിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് വിട്ടു നിൽക്കണമെന്നുള്ള പ്രതികരണമായി ഗുജറാത്ത് PCCയും രംഗത്തെത്തിയിരിക്കുന്നത്. ശരി, അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും